സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസും പിന്നെ സെൻ ബെർണാർഡ്, ജർമ്മൻ ഷെപ്പേർഡ്, ഷിറ്റ്സു, ഫ്രഞ്ച് ബുൾഡോഗ്, റോഡ് വീലർ, പഗ്, ഗോൾഡൻ റിട്രീവർ എന്നീ പറഞ്ഞ എല്ലാ ബ്രീഡും കാണിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചും ബാക്കിയെല്ലാം ഫുൾ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പപ്പീസ് ആവശ്യമുള്ളവർ മാക്സിമം വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഓരോ ബ്രീഡിൻ്റെയും ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസൊക്കെ അറിഞ്ഞിട്ട് മാത്രം കോൺടാക്ട് ചെയ്യുക. ഗൈസ്, അപ്പോൾ അതോടൊപ്പം നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട്. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 1000+ കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും പപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് കേരള നമ്മൾ പപ്പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ട് പപ്പീസ് ഓർഡർ ചെയ്യാനുള്ളൂ. 1 day കൊണ്ട് ഡെലിവറി ചെയ്ത് തരുന്നതാണ്. ഗൈസ്, ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കിനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഇനിയും നല്ല കിടം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ മാക്സിമം റേറ്റ് വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ സൈബീരിയൻ ഹസ്കി പപ്പീസിന്റെ ഏജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 35 days മാത്രം പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ. വെറും 35 ദിവസം മാത്രം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട് പപ്പീസിന്. നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസ് ഉള്ള പപ്പീസ് തന്നെയാണ്. ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയുണ്ട്, പിന്നെ പ്യൂർ വൈറ്റ്, നല്ല സ്നോവി വൈറ്റ് ആയിട്ട് തന്നെയുണ്ട്, പിന്നെ റെഡ് ആൻഡ് വൈറ്റ് തന്നെയുണ്ട്. 3 കളേഴ്സിൽ പപ്പീസ് അവൈലബിൾ ആണ്. നമ്മുടെ നോർമൽ ഐസും ഓഡ് ഐസും ബ്ലൂ ഐസും ഉണ്ട്. ഇതിന് ഏറ്റവും ഡിമാൻഡുള്ള ബ്ലൂ ഐസ് തന്നെയാണ്. വീട്ടിലേക്ക് ഒരു പെറ്റോ അല്ലെങ്കിൽ ഒരു ഗാർഡ് ഡോഗോ നല്ലൊരു കമ്പാനിയൻ നോക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസ്. അത്യാവശ്യം നല്ല ആക്റ്റീവ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ്. സൈബീരിയൻ ഹസ്കിയുടെ ടെമ്പറമെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ട കാര്യം വളരെ ലോയലാണ്, വളരെ ഒബീഡിയന്റ് ആണ്, വളരെ അലർട്ടാണ്, വളരെ ഫീലേഴ്സ് ആണ്. ഇതൊക്കെ തന്നെയാണ് സൈബീരിയൻ ഹസ്കിയുടെ മെയിൻ ആയിട്ടുള്ള ടെമ്പറമെന്റ്. ഈ ഒരു ടെമ്പറമെന്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ട് ഒരു പെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡ് തന്നെയാണ്. ഗൈസ്, ഇപ്പോൾ ഇതിന്റെ ബൈറ്റ് പോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബൈറ്റ് പോസ് വന്നത് 370 PSI ആണ്. ബൈറ്റ് പോസ് തന്നെ 370 PSI ആണ് സൈബീരിയൻ ഹസ്കിയുടെ ബൈറ്റ് പോസ് വന്നത്. അത്യാവശ്യം നല്ല ബൈറ്റ് പോസ് ഉള്ള ബ്രീഡ് തന്നെയാണ്. അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നല്ല അത്യാവശ്യം നല്ല ആക്റ്റീവ്, നല്ല സൈസുള്ള പപ്പീസ് തന്നെയാണ്. ഹസ്കിയുടെ സെമി വോളിക്കോട്ടും പപ്പീസ് കാണിക്കുന്നുണ്ട്. ഇത് സെമി വോളിക്കോട്ട് ബ്ലൂ ഐസ് റേറ്റ് വന്നത് 35,000 ആണ്. വോളിക്കോട്ട് ബ്ലൂ ഐസ് റേറ്റ് വന്നത് 50,000 ആണ്. അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കോട്ടും കാര്യങ്ങളൊക്കെ. നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ്. 3-4 കളേഴ്സിൽ പപ്പീസ് ഉണ്ട് നമ്മുടെ അവൈലബിൾ ആയിട്ട്. അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്പറൊക്കെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട്. പപ്പീസൊക്കെ സേഫായിട്ട് എത്തിച്ച് കൊടുക്കുന്നതാണ്. ഏകദേശം അടുത്ത് കാണിക്കാൻ പോകുന്നില്ല ഹെവി ക്വാളിറ്റി ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസ് കാണിക്കാൻ പോകുന്നത്. നമ്മളിതിൽ ലോങ് കോട്ട് പപ്പീസ് കാണിക്കുന്നുണ്ട്, ബുഷ് കോട്ടും കാണിക്കുന്നുണ്ട്. കാരണം ഒരു 35 മാത്രം ഏജ് ആയിട്ടുള്ളൂ പപ്പീസിന്. നല്ല സൈസ് ഉണ്ട് പപ്പീസിന്. നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസ് ഉള്ള പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗ് അത്യാവശ്യമുള്ള ഇന്ത്യയിലാൻഡ് ആയിട്ടും അത്യാവശ്യമുള്ള സൈസിൽ വന്ന ഒരു ഗാർഡ് ഡോഗ് നോക്കുന്ന കൂട്ടുകാർക്ക് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ് ഈ പപ്പീസ്. അത്യാവശ്യമുള്ള ലോയലുള്ള ബ്രീഡ് തന്നെയാണ്. ഓണേഴ്സിനൊക്കെ അടുത്ത് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബ്രീഡ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ട് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. നല്ല ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ്. വേണ്ടത് എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിട്ട് മാത്രം കോൺടാക്ട് ചെയ്യുക. പ്രൈസ് ഉൾപ്പെടെ നമ്മൾ വീഡിയോ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഓരോ വീഡിയോ കാണിക്കുന്ന ഓരോ ബ്രീഡും ഓരോ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ പപ്പീസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പർപ്പസാണ്, ഗാർഡ് ഡോഗ് ആണെങ്കിൽ ഗാർഡ് ഡോഗിന് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡ് എടുക്കാം. പെറ്റായിട്ട് നോക്കാം. ഇൻഡോർ വളർത്താൻ വേണമെങ്കിൽ ഇൻഡോറിലൊരു ബ്രീഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പർപ്പസിനനുസരിച്ച് ബ്രീഡ് യൂസ് ചെയ്യുന്നതാണ്. ജർമ്മൻ ഷെപ്പേർഡിന്റെ ഫീഡിങ് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം എബവ് തന്നെ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ റോളിക്കൻ്റെ സ്റ്റാർട്ടർ RC ആണ് ഫീഡ് ചെയ്യുന്നത്. ഒരു 4 times എന്തായാലും പപ്പീസിന് RC ഫീഡ്, ഡ്രൈ ഫുഡ് ഫീഡ് ചെയ്യാം. നല്ല സൈസിൽ വരണമെങ്കിൽ കറക്റ്റായിട്ട് ഫീഡിങ് ചെയ്ത് പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പപ്പീസ് വരുന്നതാണ്. സപ്ലിമെന്റ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാൽഷ്യം, പിന്നെ വൈറ്റമിൻ, അയൺ, ലിവർ ടോണിക്, പിന്നെ സ്കിൻ കോട്ടിനൊക്കെ സ്കിൻ കണ്ടീഷനൊക്കെ വേണ്ടി ഫിഷ് ഓയിൽ യൂസ് ചെയ്യും. ഇതൊക്കെ പറഞ്ഞ മെയിൻ സപ്ലിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഈ പറഞ്ഞ ഫുഡ് പോലെ തന്നെ സപ്ലിമെന്റും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പപ്പീസിന്റെ ഗ്രോത്തിനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ അറിയുന്ന ആരെങ്കിലുമൊക്കെ പപ്പീസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, അവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അറിയണ ആരെങ്കിലൊക്കെ പപ്പീസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഗൈസ്, പിന്നെ പപ്പീസിൻ്റെ വാക്സിനേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വാക്സിൻ നമ്മൾ ചെയ്യുന്നത് 45 days കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വാക്സിൻ അടിക്കുന്നത്.
നമുക്ക് ഇമ്മ്യൂണിറ്റിക്കുള്ള വാക്സിൻ, അതായത് അസുഖങ്ങൾ വരാണ്ടിരിക്കുന്ന വാക്സിനേഷൻ ഫസ്റ്റ് അടിക്കേണ്ടത്. അതായത് മെയിനായിട്ട് കെനൈൻ പാർവൈറസ്, കെനൈൻ ഡിസ്റ്റംബർ, ഇനിയും പറഞ്ഞ അസുഖങ്ങളൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പപ്പീസ് കിട്ടാൻ ലൈവായിട്ട് കിട്ടാൻ പാടാണ്. മാക്സിമം ഇത് അസുഖം വരാണ്ടിരിക്കാൻ നോക്കാം. പ്രിവെൻഷൻ ആയിരിക്കും കുറച്ചൊരു ബെറ്റർ. 45 ഡേയ്സിൽ ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞ ബൂസ്റ്റർ കൂടി ഉണ്ട്. അതൊരു ഏജ് തന്നെ സെറ്റാണ്. പിന്നെ അസുഖം മാക്സിമം വരാണ്ടിരിക്കും പപ്പീസിന്. പിന്നെ ആന്റിറാപ്സിന്റെ വാക്സിനും അടിക്കാൻ നോക്കാം. അതും ഒരു പ്രിവെൻഷൻ തന്നെയാണ് നമുക്ക്. പിന്നെ അത് പപ്പീസ് വേണ്ടവരെന്തായാലും മാക്സിമം ഒന്ന് കണ്ടിട്ട് വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാം. നമ്മൾ വീഡിയോയിൽ ഫുൾ പറയുന്നുണ്ട് ഈ ബ്രീഡ് എന്ത് പർപ്പസിന് യൂസ് ചെയ്യാം, എന്തെങ്കിലും ടെമ്പറമെന്റ്, ഇതിന്റെ ബൈറ്റ് പോസ് കാര്യങ്ങളെല്ലാം. പല ബ്രീഡും എല്ലാം മിക്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, കാണിക്കുന്ന എല്ലാത്തിനും പറയുന്നുണ്ട്. പപ്പീസ് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് ഇതിന്റെ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായത് മാത്രം കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഈ ചാനലും ഒന്ന് സബ് ചെയ്ത് വെക്കുക. ജർമ്മൻ ഷെപ്പേർഡിന്റെ ഈ പപ്പീസിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ബുഷ് കോട്ട് ആണെങ്കിൽ 15,000, ലോങ് കോട്ട് ആണെങ്കിൽ 20,000 പ്രൈസ് റേഞ്ച് തന്നെ. അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. സേഫായി ഡെലിവറി തരുന്നതാണ്. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്തായി അതിൽ ഫീഡ്ബാക്ക് ഞാനൊക്കെ ഉണ്ട് പപ്പീസ് കൊടുത്തേണ്ടേക്കാം. ഗൈസ്, അടുത്ത് നമുക്ക് കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇതിന്റെ ഏജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏജ് വെറും 32 ഡേയ്സ് മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. വെറും 32 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസ് തന്നെയാണ്. അത്യാവശ്യം സൈസ് ഉണ്ട്, നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസ് ഉള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ ഹെയർ ക്വാളിറ്റി ആയാലും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്കിൻ കണ്ടീഷൻ ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഒരു കമ്പാനിയനായിട്ടോ അല്ലെങ്കിൽ ബ്രീഡിങ് പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ഗാർഡ് ഡോഗ് ആയിട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ലൈനേജിൽ വന്ന ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് ഒക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ പപ്പീസ് ചൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ആക്റ്റീവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ്. ഗോൾഡൻ റിട്രീവറിന്റെ ടെമ്പറമെന്റ് നോക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ട കാര്യം വളരെ ലോയലാണ്, വളരെ ഒബീഡിയൻ്റ് ആണ്, വളരെ കാമാണ്. ഈ ഒരു ടെമ്പറമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ടോ നല്ലൊരു കമ്പാനിയൻ ആയിട്ടോ നല്ലൊരു പെറ്റായിട്ടോ ഈ ബ്രീഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഒരുപോലെ ഈ ബ്രീഡ് വളർത്താവുന്നതാണ്. അത്യാവശ്യം നല്ല കളേഴ്സ് വരുന്നുണ്ട്. ഡാർക്ക് ഗോൾഡൻ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡും ഉണ്ട്. അപ്പോൾ വേണ്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും പ്രൈസ് റേഞ്ചൊക്കെ മനസ്സിലായിട്ട് മാത്രം കോൺടാക്ട് ചെയ്യുക. നോർമലി മറ്റുള്ള ബ്രീഡ്സൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബ്രീഡ് വളരെ ലോയലാണ്. ഓണേഴ്സിനൊക്കെ അടുത്ത് വളരെ അറ്റാച്ച്മെൻ്റ് ഒരു ബ്രീഡ് തന്നെയാണ്. അപ്പോൾ നല്ല കമ്പാനിയൻ പെറ്റായിട്ടൊരു പരിഗണന കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ഫസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ റിട്രീവറിൻ്റെ ഈ പപ്പീസ്. ഇതിന് പ്രൈസ് റേഞ്ച് തന്നെ 20,000 ആണ്. വേണ്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്പറൊക്കെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി സെന്റ് ബെർണാർഡിന്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇതിന്റെ ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 ബാച്ച് പപ്പീസ് നമ്മുടെ അവൈലബിൾ ആണ്. 32 ഡേയ്സിന്റെ ഉണ്ട്, 38 ഡേയ്സിന്റെ പപ്പീസ് ഉണ്ട്. അത്യാവശ്യം നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. ഇതിന്റെ കളർ തന്നെ ട്രൈ കളർ നല്ല എടുത്തു വന്നിട്ടുണ്ട് എല്ലാ പപ്പീസിനും തന്നെ. പിന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് മാർക്കിംഗ് ആണ് തന്നെ. എല്ലാത്തിനും നല്ല ഗൂഗിൾ മാർക്കിങ്ങും നല്ല ബോഡി മാർക്കിങ്ങുള്ള പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാം ഉണ്ട്. വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗ് അത്യാവശ്യമുള്ള ബൈറ്റ് പോസും പിന്നെ അപാര സൈസും വരുന്ന ഒരു ഗാർഡ് ഡോഗ് നോക്കുന്ന കൂട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് സെന്റ് ബെർണാർഡ്. നല്ല സൈസിൽ വരുന്ന പപ്പീസ് തന്നെയാണ് ഇത് ലാർജസ്റ്റ് ബ്രീഡ് തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു ബൈറ്റ് പോസും കൂടി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ല അടിപൊളി ഗാർഡ് ഡോഗ് ആയിട്ട് ഈ ബ്രീഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ സെന്റ് ബെർണാർഡിന്റെ ബൈറ്റ് പോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് ബൈറ്റ് പോസ് വന്നത് 450 PSI ആണ് തന്നെ. 450 PSI ആണ് ഇതിന്റെ ബൈറ്റ് പോസ് തന്നെ. ഇതിന്റെ ബൈറ്റ് പോസ് റിമാർക്കബിൾ ആണ്. അപ്പോൾ വീട്ടിലേക്ക് നല്ല പവർഫുള്ളും നല്ല സ്ട്രോങ്ങും അങ്ങനെയൊക്കെ ഒരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഈ സെന്റ് ബെർണാർഡ് പപ്പീസ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലേക്ക് സെന്റ് ബെർണാർഡ് പപ്പീസൊക്കെ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന പപ്പീസ് തന്നെയാണ്. ഇപ്പോൾ തന്നെ നല്ല സൈസ് ഉണ്ട്, കാരണം ഒരു 38 ഡേയ്സ് മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി നല്ല സൈസിൽ വരുന്ന പപ്പീസ് തന്നെയാണ്. നല്ല ഹെവി ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ മാർക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്. എല്ലാം നല്ല ഗൂഗിൾ മാർക്കിങ്ങും നല്ല ബോഡി മാർക്കിങ്ങുള്ള പപ്പീസ് തന്നെയാണ്. സെന്റ് ബെർണാർഡിന്റെ പപ്പീസിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 35,000 തന്നെ, 35,000 പ്രൈസ് റേഞ്ച് തന്നെ. അപ്പോൾ വേണ്ട ഒരു കോൺടാക്ട് ചെയ്യുക. നല്ല ഹെവി സൈസിൽ വരുന്ന പപ്പീസാണ്. നമ്മുടെ കോൺടാക്ട് നമ്പറും ഞങ്ങൾക്ക് വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന അടിപൊളി ക്വാളിറ്റി റോഡ് ബീലറിന്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇത് കറന്റ് ഏജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 37 ഡേയ്സ് ആണ് ഏജ് തന്നെ. വെറും 37 ദിവസം മാത്രം പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല തന്നെ ആ സൈസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ ടാൻ മാർക്കിംഗ് ആയാലും നല്ല ബ്രൈറ്റ് ആയിട്ട് പപ്പീസിനെ എല്ലാം കയറി വന്നിട്ടുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സൈസിൽ വരുന്ന അത്യാവശ്യം നല്ല അഗ്രസീവായ പിന്നെ ബൈറ്റ് ഫോഴ്സ് ആയാലും നല്ല രീതിയിലുള്ള ഒരു ഗാർഡൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ് റോഡ് ബീലറിന്റെ പപ്പീസ്. ഇതിന്റെ ബൈറ്റ് ഫോഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബൈറ്റ് ഫോഴ്സ് റിമാർക്കബിൾ ആണ്. ഇതിന്റെ ബൈറ്റ് ഫോഴ്സ് തന്നെ 328 PSI ആണ് ബൈറ്റ് ഫോഴ്സ് തന്നെ.
328 PSI ആണ് ഈ റോഡ് വീലറിൻ്റെ ബൈറ്റ് പോസ് വന്നത്. അത്യാവശ്യമുള്ള ബൈറ്റ് പോസും കാര്യങ്ങളുള്ള ഡോഗ് ബ്രീഡാണ് ഈ റോഡ് വീലർ. അപ്പോൾ നല്ലൊരു ഗാർഡ് ഡോഗ് വീട്ടിലേക്ക് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ തന്നെ മെയിൻ്റെനൻസും വരുന്നില്ല, പിന്നെ 0 മെയിൻ്റെനൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് വളർത്താവുന്നതുള്ളൂ നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ട്. ഇതിൻ്റെ ഫുഡ് ഫീഡിങ് വന്നത് റോളിക്കൻ്റെ സ്റ്റാർട്ടറാണ് തന്നെ, ഒരു മീഡിയം എബോയിൻ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ റോളിക്കൻ്റെ സ്റ്റാർട്ടർ ആർസിയ ഫീഡ് ചെയ്യുന്നത്. 4 times ആർസി ഫീഡ് ചെയ്യും, ഇടയ്ക്ക് 2 times റൈസും കയറ്റി കൊടുക്കുക. റൈസ് കൊടുക്കുക നമ്മൾ ചിക്കനോ ടക്കോ അല്ലെങ്കിൽ ഫിഷോ ബീഫ് എന്താ വെച്ചാൽ അത് മിക്സ് ചെയ്ത് കൊടുക്കാറ്. മെയിൻലി 4 times ആർസി തന്നെ കൊടുക്കാറ്, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യുമ്പോൾ 2 times ഇത് കൊടുക്കും, റൈസ് കൊടുക്കുന്നുള്ളൂ. പിന്നെ സപ്ലിമെൻറ്റ്സ് ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്ന് 18,000 തന്നെ, 18,000 റേറ്റ് തന്നെ. വേണ്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഗൈസ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പഗ്ഗിൻ്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസ് തന്നെയാണ്. ഇതിന് ഏജൊക്കെ നോക്കുകയാണെങ്കിൽ 32 ദിവസം ഏജ് തന്നെ, 32 days ആണ് ഏജ് തന്നെ. നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. പിന്നെ മാസ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്ലാക്ക് മാസ്ക് നല്ല സെറ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ ഫോൺ കളറിൽ ബ്ലാക്ക് മാസ്ക് എല്ലാം സെറ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. എല്ലാം നല്ല ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ്. വേണ്ടൊരു മാക്സിമം ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് പ്രൈസ് റേഞ്ച് മനസ്സിലാക്കിയിട്ട് മാത്രം കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് പിന്നെ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന പപ്പീസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ട്. ഒരു 1000+ ഫീഡ്ബാക്ക് തന്നെ കാണാൻ പറ്റും കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് പപ്പീസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ട്രസ്റ്റഡ് ആയിട്ട് ഓർഡർ ചെയ്യാന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്താൽ മതി. പപ്പീസ് വേണ്ടവരെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഏത് പപ്പി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് എല്ലാം മനസ്സിലായത് മാത്രം കോൺടാക്ട് ചെയ്യുക. വിത്തിൻ 1 day കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലിൽ നിന്ന് ഇപ്പോൾ തന്നെ സബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ മാക്സിമം നല്ല ക്വാളിറ്റി പപ്പീസൊക്കെ മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കിട്ടുന്നതായിരിക്കും. നല്ല അടിപൊളി കണ്ടന്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇപ്പോൾ തന്നെ സബ് ചെയ്ത് വെക്കുക എല്ലാവരും. പഗ്ഗിൻ്റെ പപ്പീസിൻ്റെ ഫീഡിങ് നോക്കുകയാണെങ്കിൽ ഒരു ടോയ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ റൂൾസിൻ്റെ സ്റ്റാർട്ടർ ഫോക്കസ് ഫീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെ 10,000 ആണ്. വേണ്ടവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഗൈസ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി ഷിറ്റ്സുവിൻ്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കളേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ട്രൈ കളർ തന്നെയുണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയുണ്ട്. 2 ടൈപ്പ് കളേഴ്സ് തന്നെയുണ്ട്. കറൻറ്റ്ലി ഒരു 32 days മാത്രമേ പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ. വെറും 32 ദിവസം മാത്രം ഏജ് ആയിട്ടുള്ളൂ. അത്യാവശ്യമുള്ള ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ്. നല്ല സൈസും ഉണ്ട്. ഇപ്പോൾ തന്നെ നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ കോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കോട്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഹെയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇൻഡോറിൽ, അതായത് വീടിനുള്ളിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഹെയറി ബ്രീഡൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക്, മെയിൻലി ടോയ് ബ്രീഡ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഷിറ്റ്സുവിൻ്റെ ഈ പപ്പീസ്. വളരെ ക്യൂട്ടായിട്ടുള്ള ബ്രീഡ് തന്നെയാണ്. ഇൻഡോറിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയ ബ്രീഡ് തന്നെയാണ്. ഇതിൻ്റെ ഹൈപ്പോനിക കൊണ്ട് തന്നെ അങ്ങനെ ഹെയർ ഷെഡിങ് ഉണ്ടാവില്ല. നമ്മൾ ഇൻഡോറിലൊക്കെ വളർത്തുമ്പോൾ ഹെയറിൻ്റെ പ്രോബ്ലം, അതായത് ഹെയർ ഷെഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ബ്രീഡ് വരുമ്പോൾ ഹൈപ്പോലിനിക്കാണ്, അതുകൊണ്ട് തന്നെ ഹെയർ ഷെഡിങ്ങിൻ്റെ കാര്യം ഉണ്ടാവില്ല. പിന്നെ അലർജിയുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, കാരണം അത് ഹൈപ്പോലിനിക് ആയതുകൊണ്ട് തന്നെ. ഷിറ്റ്സുവിൻ്റെ ടെമ്പർമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതായത് മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോയലായിരിക്കും, വളരെ ഒബീഡിയൻ്റ് ആണ്, വളരെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഇതൊക്കെ തന്നെ ഷിറ്റ്സുവിൻ്റെ മെയിനായിട്ടുള്ള ടെമ്പർമെൻറ്റ്. ഈ ഒരു ടെമ്പർമെൻറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പെറ്റോ നല്ലൊരു കമ്പാനിയനായിട്ടോ ഈ ബ്രീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ആക്റ്റീവ് ആയിരിക്കും എപ്പോൾ നോക്കിയാലും. അപ്പോൾ നമുക്ക് നല്ലൊരു ടൈം പാസ് ആയിരിക്കും ഈ ബ്രീഡ് വരുമ്പോൾ. ഒരിക്കലും ഒരു വാച്ച് ഡോഗോ ആ ഒരു സെഗ്മെൻറ്റിൽ പെടുത്താൻ പറ്റില്ല. നല്ലൊരു കമ്പാനിയനായിട്ടോ പെറ്റായിട്ടോ ഈ ബ്രീഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷിസുവിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെ 20,000 തന്നെ. അപ്പോൾ വേണ്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഗൈസ് അടുത്ത് പോയി കാണിക്കാൻ പോകുന്നു ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ ഓഫീസ് കാണിക്കാൻ പോകുന്നത്. ഇത് കളറൊക്കെ നോക്കുകയാണെങ്കിൽ ഫോൺ വിത്ത് ബ്ലാക്ക് മാസ്ക് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കും ചെറിയ വൈറ്റ് ഷെയ്ഡിങ് ആയിട്ടുള്ളതുണ്ട്. മെയിലും ഫീമെയിലും ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ്. കറൻറ്റ്ലി ഏജ് വന്നത് ഒരു 45 days ആണ് ഏജ് തന്നെ, 45 ദിവസമാണ് പ്രായം തന്നെ. നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. വീട്ടിലേക്കൊരു ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഒരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ് ഈ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ ഈ പപ്പീസ്. അത്യാവശ്യം നല്ല റെയറുള്ള ബ്രീഡ് തന്നെയാണ്. ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടോയ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഡ്രൂസിൻ്റെ സ്റ്റാർട്ടർ, ഡ്രൂസിൻ്റെ ഫോക്കസാണ് ഫീഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്ന പപ്പീസ് തന്നെയാണ്. മറ്റേ ടൈലെല്ലാം ക്രോപ്പ് ചെയ്തിട്ടുണ്ട് പപ്പീസ് ഓൾറെഡി. വേണ്ടവരപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇതിന് പ്രൈസ് റേഞ്ച് വന്നത് 25,000 ആണ്, 27,000 പ്രൈസ് റേഞ്ച് തന്നെ. പപ്പീസ് വേണ്ടവർ ഡയറക്റ്റ് കോൾ ചെയ്യോ വാട്സപ്പ് ചെയ്താലും മതി. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1000+ ഫീഡ്ബാക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ഓർഡർ ചെയ്യാനുള്ളൂ. ഇന്നത്തെ വീഡിയോ നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺ ഗൈസ്, ബൈ ബൈ.